അവർ വരും. എന്തായാലും അതുവരെ ഞാൻ നിങ്ങളൊരു കഥ പറയാം. ഒരിക്കൽ എന്നോട് കുറച്ചുപേർ പറഞ്ഞു, നിനക്കത് വേണ്ടായിരുന്നു. നമുക്കിത് വേണ്ട. ഇത് വേണ്ട മോനെ. നിനക്കത് വേണ്ട സാഗർ. നിനക്കത് വേണ്ടായിരുന്നു. ഇവരിത് പറയാൻ കാരണമുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ദാ വരും നമ്മുടെ നായകൻ. ഇതിലേന് ആളൊരു ശുദ്ധന, ഭയങ്കര സിനിമാഭ്രാന്തന. സിനിമ പുള്ളിക്കാരൻ്റെ ഒരു വീക്ക്നെസ്. നീ ഇന്നലെ എങ്ങനെ പോയെന്റെ സാറേ? ഞായറാഴ്ച ഒരു സിനിമയ്ക്കൊക്കെ പോയിരുന്നില്ലേ? അത് പിന്നെ പറയണോണ്ട് നിനക്കൊന്നും തോന്നരുത്. നിനക്കത് വേണ്ടായിരുന്നു. എന്ത്? അല്ല ഈ ജോലിയേ, അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര തിരക്ക്. നീ എന്നെ നോക്കി, എനിക്കൊരു ജോലിയില്ല, എനിക്കിട്ട് തിരക്കുമില്ല. അതല്ലേ ഏട്ടാ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മനസ്സിലായി. ആരാണ്ടാ പെണ്ണ്? ഏത്? അന്ന് എന്നോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? അത് തന്നെ. ഇത് മീന. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് അയാൾ വന്നത്. പിന്നെ ഞാനിങ്ങ് പോകുന്നു. I'm sorry. It's all right. Are you okay? I'm okay. മോനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ അങ്കിൾ? ഇത് വേണ്ട മോനെ. നമുക്ക് ജീവിതത്തോട് കൊതി തോന്നുമ്പോൾ അതിന് സാധിച്ചില്ല എന്ന് വരും. എന്നെപ്പോലെ ഇത് പറയണമെന്ന് തോന്നി. ശരിയാ സാഗർ, നമുക്കിത് വേണ്ട. പിന്നീടൊരിക്കൽ ഫാദറും എന്നോട് പറഞ്ഞു, സാഗർ, ഞാൻ ഇന്നലെ നിന്നെ ഓഫീസിന് മുന്നിൽ വെച്ച് കണ്ടായിരുന്നു. നിന്നോട് എനിക്കിത് പറയണം. നീ ഇതൊക്കെ മനസ്സിലാക്കേണ്ട പ്രായം കഴിഞ്ഞു. അതുമായുള്ള നിന്റെ യാത്ര നാശത്തിലേക്കാ. നിനക്കത് വേണ്ട സാഗർ. ശരിയാ, അനുഭവമാണ് യഥാർത്ഥ ഗുരു. അവസാനം ഞാനതറിഞ്ഞപ്പോൾ സാഗർ, നിനക്കത് വേണ്ടായിരുന്നു. എന്താ ഡോക്ടർ? ക്യാൻസർ. Sorry, there's nothing I can do. It's too late. God, I want to live. നമുക്ക് ജീവിതത്തോട് കൊതി തോന്നുമ്പോൾ അതിന് സാധിച്ചില്ല എന്ന് വരും. Please give me one more chance. എന്തായാലും ഇന്നവരിവിടെ വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഞാൻ അവർക്ക് നഷ്ടമായിട്ട് ഇന്ന് 2 വർഷമായി.
ഇന്നും ഞാൻ കാണാറുണ്ട് പലരെയും കൺമുന്നിൽ എരിഞ്ഞൊടുങ്ങുന്ന ജീവിതം ആസ്വദിക്കുന്നവർ. അവരോടായി എനിക്കിത് പറയണമെന്ന് തോന്നി. യു വിൽ നെവർ ഗെറ്റ് വൺ മോർ ചാൻസ്.